നമസ്കാരം. കെഎസ്ആർടിസിക്ക് തിരുവനന്തപുരം നഗരസഭ നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിലെ ഇടറോഡുകളിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. കെഎസ്ആർടിസിയുടെയും കോർപ്പറേഷന്റെയും തർക്കത്തിനൊടുവിലാണ് ചർച്ചകളിലൂടെ പരിഹാരം കണ്ടത്. ആദ്യഘട്ടമായി കൗൺസിലർമാർ നിർദ്ദേശിച്ച 23 റൂട്ടുകളിലാണ് സർവീസ് തുടങ്ങുക എന്ന് മേയർ വി രാജേഷ് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആദ്യ സർവീസ് മേയർ വി രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മേയറുടെ വാർഡായ കൊടുങ്ങാനൂരിലെ കുലശേഖരത്തു നിന്നും കിഴക്കേക്കോട്ടയിലേക്കുള്ള ഈ ബസ്സാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. തർക്കത്തിൽ ചർച്ചകളിലൂടെ പരിഹാരമായതോടെ കൂടുതൽ റൂട്ടുകളിലേക്ക് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കൊടുങ്ങാനൂർ വാർഡിലെ കുലശേഖരത്ത് നിന്ന് കുരുവിക്കാട്, തിട്ടമംഗലം, കുന്നൻപാറ, കുണ്ടമൻ കടവ് വഴി കിഴക്കേക്കോട്ടയിലേക്ക് ആദ്യ സർവീസ് ആരംഭിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് വാർഡുകളിലെ റൂട്ടുകളിലും ബസ്സുകൾ ഓടിത്തുടങ്ങും. മറ്റു പല കൗൺസിലർമാരും ആവശ്യവുമായി സമീപിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ നിശ്ചയിച്ച 23 റൂട്ടുകൾ ആരംഭിച്ച ശേഷം പുതിയ സർവീസുകൾ ആവശ്യമെങ്കിൽ ഗതാഗത വകുപ്പുമായി വീണ്ടും ചർച്ച നടത്തും എന്നാണ് മേയർ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങൾ നൽകിയ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നും മേയർ വ്യക്തമാക്കുന്നു. ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോഴാണ് സർക്കുലർ സർവീസുകൾ ഇടറോഡുകളിൽ ഓടിത്തുടങ്ങിയത്. KV ഗണേഷ് കുമാർ എത്തിയതോടെ ഇതെല്ലാം പിൻവലിക്കുകയും നിരക്ക് കുത്തനെ കൂട്ടുകയും ചെയ്തിരുന്നു. ഗണേഷ് കുമാറുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകളിലാണ് ശനിയാഴ്ച മുതൽ പുതിയ സർവീസുകൾ തുടങ്ങാൻ തീരുമാനമായത്. രാവിലെയും വൈകിട്ടും തിരക്കുള്ള സമയങ്ങളിലായിരിക്കും ഇലക്ട്രിക് ബസ്സുകൾ പുതിയ റൂട്ടുകളിലൂടെ ഓടിക്കുക. നിലവിൽ KSRTC സർവീസ് ഇല്ലാത്ത വഴികളാണ് ഭൂരിഭാഗം കൗൺസിലർമാരും നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം കോർപ്പറേഷൻ പരിധിയിലെ 23 ഇടറോഡുകളിൽ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് ആരംഭിച്ച സംഭവത്തിൽ ഗതാഗത വകുപ്പിനും മന്ത്രിക്കും നന്ദി പറഞ്ഞ് കോർപ്പറേഷൻ മേയർ വി രാജേഷ് രംഗത്ത് വരികയും ചെയ്തു. ജനങ്ങളുടെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരിഹരിക്കുവാൻ തയ്യാറായ ഗതാഗത മന്ത്രിക്ക് നന്ദി എന്നാണ് വി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട് KSRTCയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിലുള്ള തർക്കത്തിനൊടുവിലാണ് റീഷെഡ്യൂൾ ചെയ്ത ബസ്സുകളുടെ സർവീസ് ഇന്നു മുതൽ ആരംഭിച്ചത്. തർക്കത്തിൽ ചർച്ചകളിലൂടെ പരിഹാരമായതോടെ കൂടുതൽ റൂട്ടുകളിലേക്ക് ഇലക്ട്രിക് ബസ് സർവീസുകൾ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഹരിത നഗരം പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ വായുമലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 113 ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് വാങ്ങി നൽകിയത്. നഗരത്തിൽ പൊതുഗതാഗത സംവിധാനം കുറവായ ഇടറോഡുകളിലൂടെ ഓടാൻ സൗകര്യത്തിനാണ് ചെറിയ ബസ്സുകൾ വാങ്ങിയതും. എന്നാൽ ഇത് നഗരത്തിൽ നിന്ന് മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടിച്ചതിനെതിരെ കോർപ്പറേഷൻ രംഗത്തെത്തിയത് മേയറും മന്ത്രിയും തമ്മിൽ വലിയ വാഗ്വാദത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പരിഹാരം കണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം നിലവിലിപ്പോൾ നഗരത്തിലെ ഇട റോഡുകളിലൂടെ 23 ഇലക്ട്രിക് ബസ്സുകൾ ഓടിത്തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം മേയറുടെ വാർഡിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.